ഹലോ ഹായ് നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വ്ലോഗ് സ്പെഷ്യൽ വ്ലോഗാണ്. ഞങ്ങൾ 2 ദിവസം കൊണ്ട് മൂകാംബിക, കുടജാദ്രി, മരടീശ്വർ, ഉടുപ്പി അമ്പലങ്ങളിൽ പോയ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ലോഗിൽ പറയുന്നത്. ഞങ്ങൾ വെള്ളിയാഴ്ച രാത്രി ഒരു 8:30 ആയപ്പോഴത്തേനും കൊച്ചിയിൽ നിന്ന് തിരിച്ചു. മൂകാംബിക വെളുപ്പിനെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ എത്തി. അവിടെ എത്തി ഞങ്ങൾ ഫ്രഷായി. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് സ്റ്റേ എടുത്തത്. നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തില്ല. അവിടെ ചെന്ന ഉടനെ നമുക്ക് അവൈലബിൾ ആയിരുന്നു. നമ്മളങ്ങനെ എടുത്തു. അങ്ങനെ ഫ്രഷായിട്ട് ഞങ്ങൾ ഓർത്തു ആദ്യം കുടജാദ്രിയിൽ പോകാമെന്ന്. നല്ല മഴയുള്ള ടൈമായിരുന്നു എത്തിയത് കേട്ടോ. അപ്പോൾ പോകാൻ പറ്റുമോ, ജീപ്പ് കാണുമോ എന്നൊക്കെ ഉള്ളത് ഡൗട്ടായിരുന്നു. എന്നാലും ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജീപ്പിൽ 6 പേരെയാണ് കയറ്റുന്നത്. 2000 രൂപയാണ് ജീപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ട്രാവൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. പക്ഷെ വേർത്താണ് കേട്ടോ. അപ്പം രാവിലെ ഞങ്ങൾ അതൊക്കെ പോയി അന്വേഷിച്ചിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കയറി. ഫുഡെല്ലാം കഴിച്ചു. മഴ ആയതുകൊണ്ട് തന്നെ റെയിൻ കോട്ടൊക്കെ വാങ്ങിയിട്ടു. ഞങ്ങൾ ചെന്ന നേരം തൊട്ട് മഴയായിരുന്നു, ഫുൾ ടൈം മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കൊരു ജീപ്പ് കിട്ടി. ഞങ്ങളുടെ കൂടെ ജീപ്പിൽ വരാൻ വേറൊരു ചേച്ചിയും കൂടി ഉണ്ടായിരുന്നേ. അപ്പോൾ ജീപ്പ് എപ്പോഴും ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ചും കൂടി ദൂരം മാത്രമേ പോകത്തുള്ളൂ. അത് കഴിഞ്ഞൊരു 3-4 കിലോമീറ്റർ കുന്നിങ്ങനെ കയറണം, എന്നാലേ ശങ്കരാചാര്യയുടെ സർവജ്ഞ പീഠത്തിലെത്തുള്ളൂ. അതുപോലെ തന്നെ പോകുന്ന വഴിയിലാണ് നമ്മുടെ മൂകാംബിക ദേവിയുടെ മൂലസ്ഥാനമൊക്കെ ഉള്ളത് കേട്ടോ. അവിടെ കണ്ട് നമുക്ക് തൊഴുകയൊക്കെ ചെയ്യാം. അപ്പോൾ പോകുന്ന വഴി ഭയങ്കരമായിട്ട് ഇടിഞ്ഞും പൊളിഞ്ഞും ഒക്കെ കിടക്കുമായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ ഈ ചെക്ക് പോസ്റ്റ് എത്തുമ്പോൾ ഡിപ്പോസിറ്റായിട്ട് കുപ്പിയുടെ എണ്ണം, പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ എണ്ണം അനുസരിച്ച് നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യും. തിരിച്ചു വരുമ്പോൾ തരും കേട്ടോ. നമ്മൾ കുപ്പി അവിടെ നിന്ന് കളയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രിക്കോഷനാണ്. ആരെങ്കിലും മൂത്രം ഒഴിച്ച് വിട്ടായിരിക്കും. ആരെങ്കിലും അവിടെ നിന്ന് മൂത്രം ഒഴിച്ചിട്ട്. ഓക്കെ, നോക്കോ നോക്കോ. ഓടിക്കോ ഓടിക്കോ, കയ്യൊക്കെ വീശി ഓട്. അതെ, നമുക്ക് മനസ്സിലായില്ലേ. ഐ സൂപ്പർ. പറയാ, എങ്ങനെയുണ്ട് അഭിപ്രായം? ആരാ?
അങ്ങോട്ടും മല കയറി ഇങ്ങോട്ടും മല ഇറങ്ങി, പിന്നെ ട്രാവലൊക്കെ ആയി നന്നായിട്ട് വിശന്ന് വലഞ്ഞു. ഫുഡ് കഴിച്ചിട്ട് കുളിച്ച് റെഡിയായിട്ടോ നേരെ മൂകാംബിക അമ്മയെ കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു അനുഭൂതിയായിരുന്നു അത്. രാത്രി സമയങ്ങളിൽ ചെന്ന് കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ്. ഞാനീ താലം വാങ്ങിയത് കൊണ്ട് തന്നെ എന്നെ കണ്ടപ്പോൾ അവിടുത്തെ പൂജാരി സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് ആ താലമൊക്കെ കയ്യിൽ വാങ്ങി പൂജയൊക്കെ ചെയ്തിട്ട് പ്രത്യേകം അകത്ത് കയറ്റി വിട്ടു, തൊഴുതു. അപ്പം ഭയങ്കര ഒരു അനുഗ്രഹം കിട്ടിയ പോലെ തോന്നി കേട്ടോ. ബാക്കി എല്ലാവരും ഇങ്ങനെ മുന്തും തള്ളിയും കയറിയപ്പോൾ എന്നെ എൻ്റെ ഹസ്ബൻഡിനെയും സൈഡിൽ കൂടെ ഇങ്ങനെ കയറ്റി വിട്ട് മൂകാംബിക അമ്മേനെയൊക്കെ കണ്ടപ്പം ഭയങ്കര ഒരു ആശ്വാസം തോന്നി. നമ്മളിങ്ങനെ കേൾക്കാറുണ്ടല്ലോ, മൂകാംബിക അമ്മ വിളിച്ചാൽ മാത്രമേ അവിടെ ചെല്ലാൻ പറ്റുള്ളൂ എന്ന്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അന്നദാനവും കഴിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ ഞങ്ങൾ തൊഴുതിറങ്ങിയ സമയത്ത് അന്നദാനം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ മൊത്തം ഒന്നുകൂടെ കറങ്ങി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കരമായിട്ടൊരു സമാധാനം കിട്ടിയ പോലെ. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഒന്നുകൂടെ അമ്മയെ കാണാൻ വന്നു കേട്ടോ. അപ്പോൾ രാത്രി ഞാൻ മുരുകനെ കാണാൻ വിട്ടുപോയി. മുരുകനെ കാണാൻ കണ്ടില്ലല്ലോ എന്നിങ്ങനെ കിടക്കാൻ നേരത്തെ ഓർത്തത്. അപ്പോൾ രാവിലെ തന്നെ എന്തായാലും ഇപ്പോൾ മുരുകനെ കൂടെ കാണാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ വന്ന് പാസ് എടുത്തു. നല്ല തിരക്കാൻ ഞങ്ങൾക്ക് അന്ന് തിരിച്ച് പിന്നെ മുരുടേശ്വർ ഉടുപ്പിയൊക്കെ കവർ ചെയ്യാനുള്ളതുകൊണ്ട് ക്യൂവിൽ നിന്നില്ല, നേരെ പാസ് എടുത്തു. സ്പെഷ്യൽ പാസ് ഉണ്ട്, 100 രൂപയ്ക്കുണ്ട്, 500 രൂപയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് എടുത്തത്. അങ്ങനെ രാവിലെയും ദർശനം എടുത്തതിന് ശേഷം ഞങ്ങൾ റൂമിൽ വന്നു, റെഡിയായി. കാറിൽ എല്ലാ സാധനമൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ പോകാൻ ജോഗ് വാട്ടർഫോൾ കാണാനാണ്. ഹയസ്റ്റ് വാട്ടർഫോൾ ആണ്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് നല്ല ഫുഡ് കടയൊക്കെ തപ്പി ഞങ്ങളൊരു കടയിലെത്തി. ഫുഡ് കുഴപ്പമില്ലായിരുന്നു, ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. എനിക്ക് അവിടുത്തെ മസാല എന്തോ എനിക്ക് പറ്റുന്നില്ല. ഈ വേറെ സ്ഥലത്തെ മസാല ഇങ്ങനെ കുത്തും, എനിക്ക് പറ്റില്ല. അപ്പോൾ കുറച്ചേ കഴിച്ചുള്ളൂ. എന്നിട്ട് നേരെ ഞങ്ങൾ ജോഗ് വാട്ടർഫോളിൽ കാണാൻ വേണ്ടി പോയി. നല്ല സന്തോഷത്തോടെ തുള്ളിക്കൊണ്ട് പോകുന്നുണ്ടല്ലേ, പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല. മൂടൽ മഞ്ഞ് കാരണം ഒന്നും വ്യക്തമായി കണ്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി പോകാൻ നേരത്ത് സൈഡ് വഴി ഇങ്ങനെ വേലി പോലെ കെട്ടിയിട്ടുണ്ടല്ലോ, അവിടെ വഴി നോക്കിയപ്പോഴത്തേക്കും നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റി. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. ഇത് കണ്ടോ, ഇതിപ്പോൾ കാണുമ്പോൾ ഭയങ്കര മഞ്ഞ് പോലെയാണ്, പക്ഷെ നേരിട്ട് ഇത്ര പോലും ക്ലിയർ ഇല്ല. ഫോൺ അതിനെക്കാട്ടി ക്ലിയറോടെ പിടിച്ചെടുത്തു. ഫോൺ പോയ പോക്കെ. ഇത് ഞങ്ങൾ വാട്ടർഫോൾ കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെല്ലുന്നത് മുരുടേശ്വർ അമ്പലത്തിലാണ്. ചുറ്റും കടലാണ്. അപ്പോൾ വലിയൊരു ശിവലിംഗമൊക്കെ സൈഡിൽ കൂടെ പണിയുന്നുണ്ട്. ഗീതോപദേശത്തിൻ്റെ പ്രതിമ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ശനി ഭഗവാന്റെ പ്രതിഷ്ഠയുണ്ട്. മൊത്തത്തിൽ നല്ല ഭംഗിയായിരുന്നു. ചെന്ന് കയറിയപ്പോൾ വിചാരിച്ചു പാൻറ് ഷോർട്ട് ഇട്ടൊന്നും അകത്ത് കേട്ടത്തില്ലാന്ന്, പക്ഷെ അങ്ങനത്തെ റെസ്ട്രിക്ഷനൊന്നുമില്ല. ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല ക്യൂ ആയിരുന്നു. ഇവിടെ ഇനി എത്ര നേരം ക്യൂ നിൽക്കേണ്ടി വരും എന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇത് അമ്പലം തുറന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് കയറി തൊഴുത് ഇറങ്ങാൻ പറ്റി. വേറെ സെക്യൂരിറ്റി ചെക്സോ അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ അവിടെ ഒരു സ്പെഷ്യൽ പാസ് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് ഈ ടവറിൻ്റെ മണ്ടേ ചെന്നിട്ട് ആ കടലിൻ്റെ വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്പെഷ്യൽ പാസ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ എടുത്തില്ല. അതിൻ്റെ ക്യൂ അത്യാവശ്യം നല്ല വലുതായിരുന്നു. അപ്പോൾ അത് നമ്മൾ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉടുപ്പി അമ്പലം കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുരുടേശ്വരം പോയി ദർശനം എടുത്തിട്ട് നേരെ ഉടുപ്പി പോകാനാണ് പ്ലാന്. ഞങ്ങൾ ഒരു 5:30 ആയപ്പോഴത്തേക്കും മുരുടേശ്വരത്ത് നിന്ന് ഉടുപ്പി എത്തി. അപ്പം വുഡ്ലാൻഡ് റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. ഉടുപ്പിയിലെ ഫേമസ് വെജ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഫുഡൊക്കെ നല്ല അപാര ടേസ്റ്റ് ആയിരുന്നു. ശരിക്കും ഞാനിങ്ങനെ ആലോചിച്ചു, ഇമാതിരി ടേസ്റ്റ് വെജ് ഫുഡിന് കിട്ടുവാണെങ്കിൽ ഞാൻ എന്തായാലും വെജിറ്റേറിയൻ ആയേനെ എന്ന് ഞാനിങ്ങനെ വിചാരിച്ച് തള്ളുന്നതല്ല. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഉടുപ്പി ക്ഷേത്രത്തിലെത്തി.
മൊത്തത്തിൽ എന്താ പറയുക, ഇത് ആക്ച്വലി വളരെ അൺപ്ലാൻഡ് ട്രിപ്പായിരുന്നു. ഭാഗ്യം കൊണ്ട് വന്നെത്തിയ പോലെ തോന്നി കേട്ടോ. അതുപോലെ തന്നെയായിരുന്നു ഓരോ അനുഭവങ്ങളും. ഭയങ്കരമായിട്ട് മനസ്സിന് സന്തോഷം തോന്നി. എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമായി ഈ ട്രിപ്പ് മൊത്തത്തിൽ. അപ്പം ഉടുപ്പി അമ്പലത്തിൽ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ, കനകദാസൻ എന്ന ഭക്തന് വേണ്ടിയിട്ട് വാസ്തുശാസ്ത്രമൊക്കെ പൊളിച്ച് മാറ്റി എന്താണ് ഒരു മതിലിങ്ങനെ മതിലും പൊളിച്ച് ഭക്തന് ദർശനം കൊടുത്ത കണ്ണനാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം അത് വന്ന് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇവിടെ പിന്നെ പാസ്സുണ്ട്. ക്യൂവിൽ നിൽക്കുന്നെങ്കിൽ ക്യൂവിൽ നിൽക്കാം, അല്ലെങ്കിൽ സ്പെഷ്യൽ ദർശനമാണെങ്കിൽ സ്പെഷ്യൽ ദർശന് 100 രൂപയോ 200 റുപ്പീസാണെന്ന് തോന്നുന്നു. 200 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് സ്പെഷ്യൽ ദർശൻ്റെ പാസ് കിട്ടും. അപ്പം അതെടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ തൊഴുവാൻ കയറിയത്. അങ്ങനെ കണ്ണനെ കാണിച്ചു തരാം കേട്ടോ. അവിടെ ഇങ്ങനെ ടി വിയിൽ ഇങ്ങനെ അകത്തെ കണ്ണനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചേക്കും. ഇത് വൃന്ദാവനം എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ആചാര്യന്മാർ സമാധിയാവുമ്പോഴും അവരുടെ ആ കുടുംബത്തിലുള്ളവർക്ക് സമാധിയാവുമ്പോഴത്തേനും അവിടെയാണ് അടക്കുന്നത്. അതിനെ വൃന്ദാവനം എന്നാണ് പറയുക. പിന്നെ ഗോശാലയുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അത്ഭുതങ്ങളാണ് നടക്കുന്നതെന്ന്. ഞാൻ ചെന്ന് തടവിക്കൊടുത്ത പശുക്കുട്ടിയുടെ പേര് കൃഷ്ണൻ എന്നായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ എത്തിയപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, കൃഷ്ണ ഞാൻ വന്നിട്ടുണ്ട്, എന്തെങ്കിലും ഒരു അനുഭവം തരുമോ എന്നിങ്ങനെ ചോദിച്ചിങ്ങനെ തിരിച്ചിറങ്ങുന്നതും ഞാൻ പാണ്ഡുരൻ്റെ വീട്ടിലേ കണ്ടു. പിന്നെ തടവിക്കൊടുത്ത പശുക്കുട്ടിയുടെ പേര് കൃഷ്ണൻ എന്നാണ്. മൊത്തത്തിൽ നല്ലൊരു അനുഭവമായിരുന്നു. ഇതാണ് കുളം. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ തിരിച്ച് നാട്ടിലോട്ടുള്ള യാത്ര തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എറണാകുളം തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷം. എല്ലാവർക്കും കണ്ടത് നന്ദി. ലവ് യു ഓൾ. ബൈ ബൈ. ടേക്ക് കെയർ.